നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വേനലിനെ തുടർന്ന് ജില്ലയിലുണ്ടായ ഏലം കൃഷിനാശത്തിൽ അപേക്ഷകർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്ന് CPI കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. 20 സെന്റിനും 2.5 ഏക്കറിനും ഇടയിലുള്ള കർഷകർക്ക് മാത്രമേ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ എന്ന കൃഷിവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ നിലപാട് മാറ്റണമെന്നും നഷ്ടപരിഹാരം പണമായി തന്നെ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഇനി നിങ്ങൾക്ക് സ്വന്തം. ജിയോ എയർ ഫൈബർ വെറും 599 രൂപയ്ക്ക്. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ ആയിരക്കണക്കിന് ഏക്കറിലെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങിയിരുന്നു. ഈ കൃഷിനാശത്തിന് വിധേയമായവരിൽ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കർഷകരുണ്ട്. ഇവർ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും 20 സെന്റിനും 2.5 ഏക്കറിനും ഇടയിലുള്ള കർഷകർക്ക് മാത്രമേ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. കൃഷിവകുപ്പിന്റെ ഈ തീരുമാനത്തിലൂടെ അർഹതപ്പെട്ട ഒട്ടേറെ കർഷകർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടുകയാണ്. ജില്ലയിലെ CPIയുടെയും മറ്റിടതുപക്ഷ നേതാക്കളുടെയും നിരന്തര ഇടപെടൽ മൂലം കൃഷിവകുപ്പ് മന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഉന്നത ഉദ്യോഗസ്ഥരും കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചതോടുകൂടിയാണ് നഷ്ടപരിഹാരം നൽകുവാനുള്ള തീരുമാനമുണ്ടായത്. എന്നാൽ നഷ്ടപരിഹാരം കുറച്ച് കർഷകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് യാതൊരു കാരണവശാലും നീതീകരിക്കുവാൻ കഴിയുകയില്ല. നഷ്ടപരിഹാരം ലഭിക്കുവാൻ അർഹതയുള്ള മുഴുവൻ കർഷകർക്കൊപ്പം CPI നിലകൊള്ളും. ഇതിനായി സർക്കാരിൽ CPI മണ്ഡലം കമ്മിറ്റി ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ ആനുകൂല്യം കൊടുക്കാൻ പാടില്ല എന്നും കൃഷി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുകയും ആ തീരുമാനം താഴെ തട്ടിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട കൃഷി ഭവൻ വഴി കൃഷിഭവന്റെ ഉപദേശക കൃഷി വികസന സമിതികളുണ്ട്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു വികസന സമിതി എല്ലാ കൃഷിഭവനിലുമുണ്ട്. ആ വികസന സമിതി യോഗം ചേർന്ന് ഈ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽ വന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ കട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ ജനപ്രതിനിധികളടക്കം കൃഷി വികസന സമിതിയിലുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള അവരുടെ എല്ലാം അഭിപ്രായം കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അതിൽ ഇനിയിപ്പോ മാറ്റം എന്നത് അനായാസമാണ് എന്നാണ് പറഞ്ഞത്. അനായാസമൊന്നുമില്ല, മാറ്റം അനിവാര്യമാണ് എന്ന് ആ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിരുന്നു. അത് പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ജില്ലയിലെ കൃഷിക്കാരുടെ അഭിപ്രായമാണ്. അല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമല്ല. ഞങ്ങൾ എന്ത് ചെയ്താലും അത് ജില്ലയിലെ കൃഷിക്കാരുടെ ആകമാനമുള്ള അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൽ ഞങ്ങൾ പറയുന്നു, അപേക്ഷ വെച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആ അർഹതപ്പെട്ടതനുസരിച്ചിട്ടുള്ള തുക പണമായി നൽകുകയും പണമായി അവർക്ക് കൊടുക്കണം എന്നതാണ്. അക്കൗണ്ട് വഴി അതിനാവശ്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ എല്ലാം നടത്തി റെക്കോർഡുകളെല്ലാം സ്വരൂപിച്ച് കൃഷിഭവനിൽ കാത്തുവച്ചിരിക്കുന്ന സമയത്താണ് 10 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ അതിനകത്ത് 7.5 കോടി രൂപ അങ്ങനെയും ബാക്കി 2.5 കോടി രൂപ ഈ ചില വള കമ്പനിക്കാരുടെ കെട്ടിക്കിടക്കുന്ന വളം, ജൈവവളം എന്ന് പറയുന്ന സൂഡോമോണസ് പോലുള്ള ചില ജൈവവളം നല്ലതാണ്. സൂഡോമോണസ് പോലുള്ള ജൈവവളം നമ്മുടെ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് പറയുമ്പോഴും അത്തരം ജൈവവളം നമ്മളെ കൃഷിക്ക് പ്രയോഗിക്കണം എന്ന സമയം എന്ന് പറയുന്നത് മണ്ണിൽ ജലാംശമുള്ള സമയത്താണ്. ഈ സമയത്ത് പ്രയോഗിക്കേണ്ടതല്ല. അപ്പൊ ഈ സമയത്ത് അത്തരം വളങ്ങളെല്ലാം കൊടുത്ത് കൃഷിക്കാരെ അസ്ഥിരപ്പെടുത്തുന്നതിന് പകരം അത് കൊടുക്കേണ്ടതില്ല, അതുകൂടി പണമായി കൊടുക്കണം എന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളത്. അതൊന്ന്. രണ്ടാമത്, ഇപ്പൊ ഈ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഒരു ചെടിക്ക് എത്രയാണ് 40 രൂപ വെച്ച് പുനരുദ്ധാരണ കൃഷിക്ക് വേണ്ടി ഈ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അപേക്ഷ വെച്ചിരിക്കുന്ന ആളുകൾക്ക്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അപേക്ഷകളോട് കൂടി ഈ പോർട്ട് വഴി അപേക്ഷ വെച്ചിട്ടുള്ള കൃഷിക്കാരെ ഒന്നുകൂടി കൊടുക്കണം എന്നൊരു തീരുമാനം കൃഷി ഉദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നഷ്ടപരിഹാരം പണമായി തന്നെ കർഷകർക്ക് വിതരണം ചെയ്യണം. നിലവിൽ കാലഹരണപ്പെട്ടതോ ഗുണനിലവാരമില്ലാത്തതുമായ വളങ്ങൾ ദുരിതാശ്വാസത്തിന്റെ പേരിൽ കർഷകരിൽ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല. പുനരുദ്ധാരണത്തിനായി സഹായം ലഭിക്കുന്നതിനായി അപേക്ഷാ തീയതി ദീർഘിപ്പിക്കണമെന്നും മുൻപ് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയാത്ത കർഷകർക്ക് കൂടി അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ CPI മണ്ഡലം സെക്രട്ടറി VR ശശി, മണ്ഡലം ഭാരവാഹികളായ KS രാജൻ, തങ്കമണി സുരേന്ദ്രൻ, KN കുമാരൻ, വിജയകുമാരി ജയകുമാർ, KR രാജേന്ദ്രൻ, G അയ്യപ്പൻ, PJ സത്യപാലൻ, KK സജിമോൻ, CS അജേഷ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഇനി നിങ്ങൾക്ക് സ്വന്തം. ജിയോ എയർ ഫൈബർ വെറും 599 രൂപയ്ക്ക്. 800 പരം ഡിജിറ്റൽ TV ചാനൽസ്, 15 OTT പ്ലാറ്റ്ഫോംസ്, പ്രതിമാസം 1000 GB ഡേറ്റ, കൂടാതെ സെറ്റ് ബോക്സ് തികച്ചും സൗജന്യം. തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.